Okay, good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത്? പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ആയില്ലേ? പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ആയിരുന്നില്ലേ? ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആ ഒരു 5 പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ? ഫസ്റ്റ് 5 പോയിന്റ് അത്രയല്ലേ നിർത്തിയത്? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവിൽ ആദ്യത്തെ 5 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എന്ന ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ, അല്ലെ? എല്ലാ ഘട്ടങ്ങളിലുമുള്ള അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചൊരു അവബോധം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് ടു പ്രൊമോട്ട് awareness among functionaries included in health and hospital management. Health and hospital management ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവബോധം, അല്ലെ? അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. മൂന്നാമതായി പറഞ്ഞത് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. എന്ത് ചെയ്യുക? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫീൽഡിലുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി അവരിൽ നിന്ന് കൊടുക്കുന്നതായിട്ടുള്ള ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, അല്ലെ? കൊടുക്കുന്ന സർവീസുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യക്ഷമത വളരെ മെച്ചപ്പെടുത്താനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ പറഞ്ഞത് എന്താണ്? ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. ഇനി എന്താ? നല്ല ഉയർന്ന നിലവാരമുള്ള ആശുപത്രി സേവനങ്ങള്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറുകള് മുതലായവ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ നൽകുക. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് എൻകറേജ് മീറ്റിംഗ്, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായി പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻസ് എമംഗ്. ആരുടെ ഇടയിലുള്ള ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിനിടയില്, അക്കാഡമിഷ്യൻസിനിടയില്, അഡ്മിനിസ്ട്രേഷൻസിനിടയില്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അല്ലെ? നിയമാനുസൃത സ്ഥാപനങ്ങൾക്കിടയില്, പബ്ലിക്കിനിടയില്, അല്ലെ? ഇവരുടെയൊക്കെ ഇടയില് അവരുടേതായ ഐഡിയാസും ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് മീറ്റിങ്ങുകൾ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത്? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹോസ്പിറ്റലിന്റെയും അവർ കൊടുക്കുന്ന ആ ഒരു സർവീസുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടും മെച്ചപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളെ എൻകറേജ് ചെയ്യണം അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത്. ഈ 5 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. ക്ലിയർ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബാക്കി ഭാഗം നോക്കാം. Next നോക്കി, to evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institutions to increase the quality of healthcare in the
community. എന്താ? To evolve norms and standards for the accreditation of the healthcare organization. നമ്മൾ പഠിച്ചതാണ് അല്ലെ, അക്രഡിറ്റേഷൻ അല്ലെ, അംഗീകാരങ്ങൾ ലഭിക്കുന്നത് അല്ലെ, നമ്മൾ JCA ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനും അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭ്യമാകുന്നതിന് വേണ്ടി അവിടെ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ അല്ലെ, നോംസ് എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടങ്ങൾ. അപ്പൊ ഇതെല്ലാം ഇവോൾവ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക. ആൻഡ് അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന അക്രഡിറ്റേഷന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങള് അതുപോലെ നിയമങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങള് വികസിപ്പിച്ചാൽ മാത്രം മതിയോ? ഇല്ല, അതെന്ത് ചെയ്യണം? വിലയിരുത്തുകയും വേണം അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേഷൻ ചെയ്യണം, വിലയിരുത്തണം. അതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിനായി പുതിയ പുതിയ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക. ആൻഡ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇതിലൂടെ നല്ല അക്രഡിറ്റേഷൻ ലഭ്യമാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ്സും നോംസും അവർ പാലിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സും നോംസും അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ വികസിപ്പിക്കുകയും അത് കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവർക്ക് നൽകുന്ന ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് ഈ പറയുന്ന അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും നോംസും ആ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സും നോംസും ഒക്കെ അവിടെ വികസിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതും. അതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത്. ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ആ ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെയും അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളും വികസിപ്പിക്കുകയും അത് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താനായിട്ട് പുതിയ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിറ്റിയിലേക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം നമുക്ക് ഇതിലൂടെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ ആ സെന്റൻസ്? ഒബ്ജക്റ്റീവ് ക്ലിയർ ആയോ? Okay, then next okay, to provide opportunities for training and research in all sides of hospital services, healthcare delivery system and healthcare administration. ഇനി എന്താ? ഹോസ്പിറ്റൽ സർവീസുകള്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മുതലായ എല്ലാ വശങ്ങളിലും എന്ത് ചെയ്യണം? റിസർച്ചുകള്, ട്രെയിനിങ്ങുകള്, പരിശീലനങ്ങൾക്കുള്ള അവസരങ്ങള് നൽകുക. അപ്പൊ ഇവിടെ എപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകള്, റിസർച്ചുകളൊക്കെ നടത്തുന്നതിലൂടെയാണ് കൂടുതൽ ഡെവലപ്മെന്റ് നടത്താൻ പറ്റുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ സർവീസ് മേഖലയിലായിക്കോട്ടെ, ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഏരിയയിലായിക്കോട്ടെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലായിക്കോട്ടെ പോലെയുള്ള എല്ലാ വശങ്ങളിലും ആവശ്യമായ റിസർച്ചുകൾ നടത്താനും ട്രെയിനിങ്ങുകൾ നടത്താനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങള് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് നോക്കി, ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അതർ പേഴ്സണൽ ഇൻക്ലൂഡഡ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എന്താ? ടു റിനോവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നവീകരിക്കുക അല്ലെ. ആരുടെ നോളജും സ്കില്ലും ആണ് നവീകരിക്കേണ്ടത്? ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അതർ പേഴ്സണൽസ്. അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇവരൊക്കെ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന ആളുകളല്ലേ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ജീവനക്കാര് അല്ലെ. അപ്പൊ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും മറ്റ് ജീവനക്കാരുടെയും നോളജും സ്കില്ലും അവരുടെ അറിവും വൈദഗ്ധ്യവും റിനോവേറ്റ് ചെയ്യാൻ, നവീകരിക്കണം അല്ലെ. എങ്ങനെയാണ് അത് നവീകരിക്കാൻ പറ്റുന്നത്? ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവർക്ക് തുടർച്ചയായ കൊടുക്കണം എഡ്യൂക്കേഷൻസും റിസർച്ചുകളിലെയും അവരെ ഭാഗമാക്കണം. അപ്പൊ അതിലൂടെ അവർ തുടർച്ചയായ
തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങളും ട്രെയിനിങ്ങുകള് റിസർച്ചുകളിൽ പങ്കാളികളൊക്കെ ആക്കുന്നത് വഴി അവരുടെ നോളജും സ്കില്ലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിനോവേറ്റ് ചെയ്യാൻ, നവീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ടു എൻകറേജ് ആൻഡ് ഗ്രാന്റ് റെക്കഗ്നിഷൻ ടു റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ടു അക്കോർഡ് അവാർഡ്സ്, scholarship and assistance in other suitable forms to deserving individuals and institutions. To encourage and grant recognition to research in the field of health and hospital management. Health and hospital management മേഖലകളില് ഗവേഷണങ്ങൾ എന്ത് ചെയ്യുക, ഗവേഷണങ്ങൾക്കുള്ള അംഗീകാരങ്ങൾ നൽകുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുക. And to accord അവാർഡുകള്, സ്കോളർഷിപ്പുകള്, അസിസ്റ്റൻസ്, സഹായങ്ങള് in other suitable forms to deserving individuals and institutions. ആർക്കൊക്കെയാണ് ഈ അവാർഡും സ്കോളർഷിപ്പും അസിസ്റ്റൻസും കൊടുക്കേണ്ടത്? ഡിസർവിംഗ് ആയിട്ടുള്ള, അല്ലെ, ഏറ്റവും യോഗ്യതയുള്ള, ഏറ്റവും അനുയോജ്യരായിട്ടുള്ള വ്യക്തികൾക്കാവാം, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്രകടന നിലവാരത്തിനനുസരിച്ച് അവാർഡുകള്, സ്കോളർഷിപ്പുകള്, സഹായങ്ങള് നൽകുകയും ചെയ്യുക. ആ ഒരു 4 പോയിന്റ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ആ 4 പോയിന്റ്സ് വേഗം ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ആ 4 പോയിന്റ്സ്, ഫസ്റ്റ് 4 പോയിന്റ്സ് ഈ ഒരു പേജിലെ വായിച്ചിട്ട് നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വായിച്ചോ? ഓക്കെ, ഇനി ഒന്നുകൂടി നോക്കി നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് നോക്കി പോവാം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അക്രഡിറ്റേഷൻ, അല്ലെ, അംഗീകാരത്തിന് വേണ്ടിയിട്ട് അവർക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ നമുക്കറിയാം അവർ കൃത്യമായ സ്റ്റാൻഡേർഡ്സും നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ കീപ്പ് ചെയ്യണം, അല്ലെ. അവിടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മാനദണ്ഡങ്ങള്, അതുപോലെ നോംസ്, നിയമങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഇവോൾവ് ചെയ്യുക, വികസിപ്പിക്കുകയും അത് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഇവാലുവേഷൻ നടത്താൻ വേണ്ടി, അല്ലെ, വിശകലനം ചെയ്യാൻ ആവശ്യമായ പുതിയ പുതിയ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുകയും ചെയ്യുക. അപ്പൊ ഇതിലൂടെയെല്ലാം നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം ഗുണനിലവാരത്തിൽ കൊടുക്കാനായിട്ട് അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി പറഞ്ഞത് ഹോസ്പിറ്റൽ സർവീസുകൾ, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മുതലായ എല്ലാ വശങ്ങളിലും റിസർച്ചുകളും ട്രെയിനിങ്ങുകളും ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് അവിടെയുള്ള, അതായത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ജീവനക്കാർ, അവരുടെ നോളജും സ്കില്ലും റിനോവേറ്റ് ചെയ്യാൻ, നവീകരിക്കുന്നതിനായിട്ട്, നവീകരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, തുടർച്ചയായി എഡ്യൂക്കേഷൻസിലൂടെയും റിസർച്ചുകളിലൂടെയും ഇങ്ങനെയുള്ള എന്താണ് മറ്റു ജീവനക്കാരാവാം അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, ഇവരുടെയൊക്കെ നോളജും സ്കില്ലും എന്ത് ചെയ്യാം? റിനോവേറ്റ് ചെയ്യണം, നവീകരിക്കുക. നാലാമതായി നമ്മൾ പറഞ്ഞ പോയിന്റ്, ടു എൻകറേജ് ഗ്രാന്റ് റെക്കഗ്നിഷൻ ടു റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്കുള്ള അംഗീകാരങ്ങൾ നൽകുക, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അത് കൂടാതെ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ഏറ്റവും യോഗ്യതയുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുക? കൃത്യമായ അവാർഡുകള്, സ്കോളർഷിപ്പുകള്, അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്യുക. ക്ലിയർ ആയോ? 4 പോയിന്റ്സും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ,
to function as advisory or consultative body in the best interest of community and country to central and state governments, public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization when needs so emerges or services are demanded for. എന്താണ് പറയുന്നത് ഇവിടെ? എ ഫംഗ്ഷൻ ആസ് അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. എന്താണ്? ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ഒരു ഉപദേശക ബോഡി ആയിട്ട് ആര് പ്രവർത്തിക്കണം? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പ്രവർത്തിക്കണം. ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ആരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്? ആരുടെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കനുസരിച്ചാണ്? കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി, നമ്മുടെ കമ്മ്യൂണിറ്റി സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച താല്പര്യത്തിനനുസരിച്ച് ഒരു അഡ്വൈസറി അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ബോഡി അല്ലെങ്കിൽ ഒരു ഉപദേശക ബോഡി ആയിട്ട് ആര് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാ പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിപ്പോ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ആൻഡ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പബ്ലിക് സെക്ടറിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങള്, അല്ലെ, ഹെൽത്ത് കെയർ delivery organizations, public health and health development system, then teaching and training organizations, and any other health related associated organizations. ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച്, അവർ ആവശ്യപ്പെടുന്ന സേവനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ആ ഒരു കൺട്രിയുടെ ഒക്കെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കനുസരിച്ചും ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്? ആരുടെ ഒബ്ജക്റ്റീവാണ് നമ്മളിവിടെ പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രവർത്തിക്കേണ്ടത്. Then next പറയുന്നത് ടു ഹെൽപ് ടു പ്രിപ്പയർ SOPs. എന്താ SOPs? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഈ ഒരു ഒബ്ജക്റ്റീവിൽ നിന്ന് ചോദിക്കാം ഏതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SOPs എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. ഒന്ന് എഴുതി വെച്ചേ. SOPs സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. Standard operating procedures. Standard operating procedures. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റീവിൽ നിന്ന് ആകെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. SOPsന്റെ എക്സ്പാൻഡഡ് ഫോം ചിലപ്പോൾ ചോദിക്കുക. അത് മാത്രമേ ചോദിക്കുള്ളൂ. ബാക്കിയുള്ള ഭാഗം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. SOPsന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നോക്കിയപ്പോ ടു ഹെൽപ് ടു പ്രിപ്പയർ, ഇങ്ങനെയുള്ള കൃത്യമായിട്ട് ഓരോ സ്ഥാപനങ്ങളും അവർ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അല്ലെ, നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ട ബുക്കുകളും ലിറ്ററേച്ചേഴ്സും മാനുവൽസും ഒക്കെയാണ് തയ്യാറാക്കേണ്ടത്? ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാവാം, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടതാവാം, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്സ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, അല്ലെ, ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനും അവരെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ, നേട്ടമുണ്ടാകുന്ന രീതിയിൽ, അല്ലെ, അതുപോലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലായ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാവാം, അല്ലെങ്കിൽ എന്താ ലിറ്ററേച്ചർ ആവാം, മാനുവൽസ് ആവാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളാവാം. ഈ മുതലായ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാനുള്ള സഹായങ്ങൾ നൽകുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസുമായി ബന്ധപ്പെട്ട അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെ, ലിറ്ററേച്ചറുകൾ ആവശ്യമായിട്ട് വരും. അപ്പൊ ഇതൊക്കെ തയ്യാറാക്കാനായിട്ടുള്ള സഹായങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നോക്കി ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization,
പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. ഇനി എന്താ അവിടെ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ എല്ലാ മേഖലകളും ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ് മേഖല, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ മേഖല, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ് മേഖല, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ഫെസിലിറ്റീസ്. ഈ പറയുന്ന മേഖലകളുടെയൊക്കെ മൊത്തത്തിലുള്ള അവർ കൊടുക്കുന്ന ഫെസിലിറ്റികളുടെയും സർവീസുകളുടെയൊക്കെ മൊത്തത്തിലുള്ള മെച്ചപ്പെടുത്തലിനായിട്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി, തൊഴിൽപരമായിട്ടുള്ള ഒരു വിദഗ്ധ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു വിദഗ്ധ അഭിപ്രായം ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തുക. ടാക്കിൾ ചെയ്യുക, ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി പ്രയോജനപ്പെടുത്തുക, കാരണം തൊഴിൽപരമായ ഒരു വിദഗ്ധ അഭിപ്രായം പ്രയോജനപ്പെടുത്തുകയും അതുവഴി ഈ പറയുന്ന മേഖലകളിലേക്ക് അവർ കൊടുക്കുന്ന ഫെസിലിറ്റികളിലാണെങ്കിലും സർവീസുകളാണെങ്കിലും മൊത്തത്തിൽ എന്ത് ചെയ്യാം, മെച്ചപ്പെടുത്തൽ നടത്താൻ സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കി, ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിംഗ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. എന്താ, ഹോസ്പിറ്റലുകളുടെ ഇടയിലാവാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇടയിലാവാം അല്ലെ, അവിടെ അവർ എന്ത് ചെയ്യണം, അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തണം. എന്താണ്, ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റി ട്രെയിനിങ്ങുകൾ അല്ലെ, അവിടെ കൊടുക്കുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണങ്ങളുടെ ഗുണനിലവാരത്തെയും പരിശീലനങ്ങളെയും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അവാർഡ് കോമ്പറ്റീഷൻസ് ഇവരുടെ ഇടയിൽ നടത്തുകയും അതിലൂടെ ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടേതായ പെർഫോമൻസ് ലെവലിനനുസരിച്ചുള്ള കൃത്യമായ റിവാർഡ്സ് കാര്യങ്ങൾ കൊടുക്കുക, അവർക്ക് അതിനനുസരിച്ചുള്ള എന്താണ് അവാർഡുകൾ കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് നടത്തുമ്പോൾ അവർ ഏറ്റവും മികച്ചതായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവരുടെ അവിടുത്തെ സ്റ്റാൻഡേർഡ് കൂടും. അവർ കൊടുക്കുന്ന ആ ഒരു സർവീസുകളുടെ ക്വാളിറ്റി, ഫെസിലിറ്റികളുടെ ഗുണനിലവാരം എല്ലാം അവർ കൂട്ടാനായിട്ട് സഹായിക്കും. Last നോക്കി, to realize the facility to the individuals who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. ഇനി എന്താണ്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളില് പൊതുവായിട്ടും ആൻഡ് അക്കാഡമിക് മേഖലകളില് പാർട്ടിക്കുലർ അല്ലെ പ്രത്യേകമായിട്ടും എന്തെങ്കിലും വളരെ എക്സ്ട്രാ ഓർഡിനറി എന്താ വളരെ അസാധ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളെ എന്ത് ചെയ്യുക, ടു റിയലൈസ് ചെയ്യുക, തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുക. എന്തൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഏതൊക്കെ പോയിന്റ്സ്, ഒരു 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു, ടു ഫംഗ്ഷൻ ആസ് അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി അല്ലെ, ഒരു നിയമപരമായിട്ടുള്ള ഉപദേശക ബോഡി ആയിട്ട് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ആക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതാണ്. അത് ഏതൊക്കെ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻസ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻസ് അല്ലെ, ആൻഡ് എനി അതർ ഹെൽത്ത് റിലേറ്റഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻസ് മുതലായ എല്ലാ സ്ഥാപനങ്ങളുടെയും അവിടുത്തെ കമ്മ്യൂണിറ്റി അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള സർവീസുകൾ അവർ സർവീസ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കേണ്ടത് ആരാണ്, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഏതൊക്കെയാ, ഹെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ദെൻ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ് സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റികളുടെയും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലായ എല്ലാ സ്ഥാപനങ്ങളുടെയും ബെനിഫിറ്റ്സിന് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കുകള്, ലിറ്ററേച്ചറുകള്, മാനുവൽസ്, SOPs എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുതലായ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകും.
നെക്സ്റ്റ് എന്താ പറഞ്ഞ ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി. ഏതൊക്കെ മേഖലകളിലാണ്? ഒരു ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ് മേഖലയില്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ മേഖലയില്, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ് മേഖലയില്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസ് മുതലായ മേഖലകളുടെ എല്ലാം മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നൽകുന്നതിനായിട്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസിൽ തൊഴിൽപരമായ ഒരു വിദഗ്ധ അഭിപ്രായം പ്രയോജനപ്പെടുത്തുക. Then to conduct inter institution ഹോസ്പിറ്റലുകളുടെ ഇടയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഇടയിൽ അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുകയും അത് ഡിഫറെന്റ് പാരാമീറ്റർ വിവിധ മാനദണ്ഡങ്ങൾ പല മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുകയും അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ കൊടുക്കുന്ന ആരോഗ്യ പരിചരണങ്ങളുമായി ബന്ധപ്പെട്ട ഗുണനിലവാരവും പരിശീലനവും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ പറയുന്ന അവാർഡ് കോമ്പറ്റീഷൻസ് വെക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിൽ പൊതുവായിട്ടും അക്കാഡമിക് മേഖലകളിൽ പ്രത്യേകമായിട്ടും വളരെ എന്താണ് എക്സ്ട്രാ ഓർഡിനറി വളരെ അസാധ്യമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുക. ക്ലിയർ ആണ്? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു ഒബ്ജക്റ്റീവ്സ്. ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? അത് ക്ലിയർ ആയോ? നമുക്കൊന്ന് വേഗം ഒന്ന് നോക്കിയേ. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് എല്ലാം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ സ്വാധീനം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ അല്ലെ. നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. പല ചാപ്റ്ററുകളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ നമ്മള്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും കൂടി പഠിച്ചിരുന്നു അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ സ്വാധീനം അളക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്ന് പറയാൻ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, പ്രിവാലൻസ് റേറ്റ്, ഇൻസിഡന്റ് റേറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ജസ്റ്റ് ആ ഒരു നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളിപ്പോ എന്താണ് കോവിഡ് ഒക്കെ വന്ന സമയത്ത് അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അവിടെ നമ്മുടെ ഓരോ പോപ്പുലേഷനിലെയും ആരോഗ്യം ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹെൽത്തിന്റെ ആ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ആ ഒരു സ്ഥിതിവിവര കണക്കെടുത്താൽ നമുക്ക് അറിയാൻ പറ്റില്ലേ അല്ലെ? എത്ര പേര് വാക്സിൻ എടുത്തു അല്ലെ, എത്ര പേര് ഇനി എടുക്കാനുണ്ട് എന്നൊക്കെ ആ സമയത്ത് സർവേകളും കാര്യങ്ങളും നടത്താറുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഇത്ര പേര് നിങ്ങൾ എടുത്തു എന്നൊക്കെ ചോദിച്ചു നമ്മൾ ആശാ വർക്കേഴ്സ് ഒക്കെ വിളിച്ച് ചോദിക്കാറില്ലേ? നിങ്ങൾ എടുത്തോ, ഇത്ര പേര് ഇത്ര ദിവസത്തിനുള്ളിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നമ്മുടെ അടുത്ത് നിന്ന് കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ? അവര് ചെയ്യാറുണ്ടായില്ലേ?
അതെന്തിനു വേണ്ടി അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ? നമ്മുടെ ഓരോ ഭാഗത്തെയും പോപ്പുലേഷന്റെയും ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയുണ്ട് അല്ലെ? കോവിഡ് വന്നു കഴിയുമ്പോൾ അതിന് എത്ര പേർക്ക് ഇങ്ങനെയുള്ള വാക്സിനുകൾ എടുത്ത് പ്രതിരോധ ശക്തി വന്നിട്ടുണ്ട്, എത്ര പേര് ഓൾറെഡി നമ്മുടെ ഈ കോവിഡ് ആയിട്ട് ബാധിച്ച് ആ ഒരു രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർ എത്ര പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്ക് റേറ്റ് എടുക്കാൻ, ഈ പെർസെന്റേജ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സർവേകൾ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇവിടെയും ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? സർവേകളാണ് പ്രധാനമായിട്ടും നമ്മുടെ സർവേ മെത്തേഡുകളിലൂടെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നവര് അവരെന്താ ചെയ്യാതെ അത് കൃത്യമായിട്ട് ക്രോഡീകരിച്ച് അനലൈസ് ചെയ്ത് അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോമിലേക്ക് ആക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? പൈ ഡയഗ്രാം വരയ്ക്കുക, ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം പഠിച്ചിട്ടില്ലേ? ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതുപോലെ അവർ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇത്ര ഭാഗം പോപ്പുലേഷനില് ഇത്ര ആളുകൾക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്ര ആളുകൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഡിസീസുകളുണ്ട്, ഇങ്ങനെ രീതിയിലുള്ള കാൽക്കുലേഷൻസ് നടത്തി ഓരോ പോപ്പുലേഷന്റെയും ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് കണക്കാക്കാനായിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനുള്ളിലും ഓരോ ഇൻഡിക്കേറ്റേഴ്സിനുള്ളിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചപ്പോൾ പ്രധാനമായിട്ടും പഠിക്കാൻ പറഞ്ഞ കാര്യം എന്താ? മിസ് എന്താ പ്രധാനമായിട്ടും പഠിക്കണമെന്ന് പറഞ്ഞേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചപ്പോ എന്താണ് മറന്നുപോയോ? ഇതൊക്കെ പഠിച്ചോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിരുന്നോ? അതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞേ? അതിനുള്ളിൽ എന്തൊക്കെയാ വരുന്നേ? ഫോർമുലാസ് അല്ലേ വരുന്നത് അല്ലെ? ഫോർമുലാസ് അല്ലേ വരുന്നേ? ഫോർമുലയിലെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞേ. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിലും ചിലതില് കുറച്ച് ഫോർമുലാസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും വരില്ല കേട്ടോ. ഈ ഫോർമുലാസ് ഒന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഫോർമുല ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും കൃത്യമായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആൻസർ കൊടുക്കാനും മാത്രം പഠിച്ചിരുന്നാൽ മതി കേട്ടോ. നോക്കിയപ്പോ ഇതിലും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും കുറച്ച് ഫോർമുലാസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പൊ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. Okay, indicators for measuring impact of healthcare administration. The health indicators are calculable characteristics of a population which researchers use as supporting evidence for explaining the health of a population. Appo health indicators ennu parayunnathu calculable characteristics of a population. Oru population de oru janasankhyayude ഏറ്റവും സവിശേഷപരമായിട്ടുള്ള കാൽക്കുലബിൾ എന്ന് പറയുന്ന നമുക്ക് തിട്ടപ്പെടുത്താവുന്ന അല്ലെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിട്ടപ്പെടുത്താവുന്ന ഏറ്റവും സവിശേഷതകളുള്ള ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് റിസർച്ചേഴ്സ് യൂസ് ചെയ്ത് ആരാ ഉപയോഗിക്കുന്നത്? റിസർച്ചേഴ്സ് ആണ്, ഗവേഷകരാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസ് ആർ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാനായിട്ട് ഒരു സഹായകമായിട്ടുള്ള ഒരു തെളിവായിട്ട് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നോർമലി ദ റിസർച്ചേഴ്സ് വിൽ യൂസ് എ സർവേ മെത്തഡോളജി ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ. ഇനി എന്താ നോർമലി റിസർച്ചേഴ്സ് എങ്ങനെയാണ് ഈ പറയുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവർ സർവേ മെത്തഡോളജിയിലൂടെയാണ് അല്ലെ? നമ്മൾ പഠിച്ചാണ് സർവേ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ അല്ലെ? സർവേ മെത്തഡോളജിയിലൂടെ സർവേ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു മെത്തേഡിലൂടെയാണ് അവർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഒരു പോപ്പുലേഷൻ സാമ്പിൾ എടുത്താൽ ആ സാമ്പിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നത് ഈ സർവേകളിലൂടെയായിരിക്കും. ആ യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ദ ഇൻഫർമേഷൻ ഗ്യാതർഡ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ. ആ ഒരു മൊത്തം പോപ്പുലേഷൻ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ
പോപ്പുലേഷൻസ് അങ്ങനെ ആ ഒരു മൊത്തം പോപ്പുലേഷനിലേക്ക് ഈ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനെ ജനറലൈസ് ചെയ്യാൻ സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡുകളാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഫൈവ് ഡയഗ്രാംസ് ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് ആണ് അല്ലെ. കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യും, അത് കളക്ട് ചെയ്യും, അത് അനലൈസ് ചെയ്യും, അത് വിശകലനം ചെയ്ത് കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് രൂപങ്ങളിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. And then use the statistical analysis to make a statement about the health of a population. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇപ്പൊ പൈ ഡയഗ്രാം ആവാം, ഹിസ്റ്റോഗ്രാം ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിൽ നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വഴി ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡയഗ്രാംസ് നോക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് കൃത്യമായിട്ടൊരു പ്രസ്താവന നടത്താനായിട്ട് നമുക്കിത് സഹായിക്കുന്നുണ്ട്. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷന്റെ ഏറ്റവും സവിശേഷതയുള്ള തിട്ടപ്പെടുത്താവുന്ന ഒരു കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏറ്റവും തിട്ടപ്പെടുത്താവുന്ന ഒരു സവിശേഷതയിൽ ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ വിശദീകരിക്കാൻ വേണ്ടി അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് എവിഡൻസ് അല്ലെങ്കിൽ തെളിവാണ് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഗവേഷകർ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. ഇനി നോർമലി എന്താണ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തഡോളജി. സർവേ മെത്തേഡുകളിലൂടെയാണ് അവർ ഇൻഫർമേഷൻസ് പോപ്പുലേഷൻ സാമ്പിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അത് പിന്നീട് അവർ എന്ത് ചെയ്യുന്നു ജനറലൈസ് ചെയ്യും അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻസിനെ ആ ടോട്ടൽ പോപ്പുലേഷന്റെ ഇൻഫർമേഷൻ ആയിട്ട് ജനറലൈസ് ചെയ്യാനായിട്ട് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന നടത്താനായിട്ട് സാധിക്കും. ഇത്രയും ക്ലിയർ ആണോ? അതിൽ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് റിസർച്ചേഴ്സ് വിൽ യൂസ് എ സർവേ മെത്തഡോളജി ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ. അത് കഴിഞ്ഞുള്ള സെൻസ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ ആണോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ. Then next, okay, health indicators are often used by governments to guide healthcare policy or to make goals for improving population health. Any health indicators are often used by governments. In the government, the health indicators ഉപയോഗിക്കാറുണ്ട് എന്തിനു വേണ്ടി? To guide healthcare policy. Healthcare policy ഗൈഡ് ചെയ്യാനായി നയിക്കാനും or to make goals for improving population health. ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയുടെ ആരോഗ്യത്തെ പോപ്പുലേഷന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ പോളിസികള് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നയിക്കാനായിട്ട് ഗവൺമെന്റ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്. ആ ഒരു നല്ല ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കിയേ. ഹെൽത്ത് ഇൻഡിക്കേറ്റർ വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ ഗ്ലോബൽ ഹെൽത്ത് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എന്താ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ വിച്ച് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി അന്താരാഷ്ട്രപരമായിട്ട് ഗ്ലോബൽ ഹെൽത്ത് അല്ലെങ്കിൽ ആഗോള ആരോഗ്യത്തെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് നമുക്ക് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അത് മസ്റ്റ് ഹാവ്. അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് ഉണ്ടായിരിക്കുന്നത് അത് ആ ഒരു 4 പോയിന്റിൽ പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 പോയിന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നോക്കി ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച്
such a way that it can be gauged uniformly internationally. It must be explained. ഇതെങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്? ഇന്റർനാഷണലി ആണ്, അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ അല്ലെ, യൂണിഫോംലി ആണ്, ഇന്റർനാഷണലി യൂണിഫോംലി അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ അളക്കാൻ കഴിയുന്ന, ഗേജ് എന്ന് പറഞ്ഞ അളക്കാൻ കഴിയുന്ന അളക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അളക്കുക എന്നുള്ള മീനിങ്ങാണ് കേട്ടോ. അപ്പൊ ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിൽ വിശദീകരിക്കാൻ സാധിക്കണം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. അന്താരാഷ്ട്ര തലത്തിൽ അളക്കാൻ യൂണിഫോംലി ഒരുപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിൽ വിശദീകരിക്കണം. ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ വരെയും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു ഗ്ലോബൽ ഹെൽത്ത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആഗോള തലത്തിലുള്ള ആരോഗ്യത്തെ കുറിച്ചും വിശദീകരിക്കാനായിട്ട് നമുക്ക് ഇന്റർനാഷണലി, നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഒരു രോഗം വന്നു, ആ ഒരു രോഗം, ഒരു കോവിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണലി ഉള്ള ഒരു ഡിസീസ് അല്ലായിരുന്നോ? അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണോ ഉണ്ടായിരുന്നത്? ആണോ? ഇന്ത്യയിൽ മാത്രമാണോ ഉണ്ടായിരുന്നത് കോവിഡ്? ഇന്ത്യയിൽ മാത്രം ഉണ്ടായുള്ളോ? അതൊരു ആഗോള തലത്തിലുള്ള ഒരു രോഗമായിരുന്നില്ലേ അല്ലെ? ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള രോഗമായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം? ഒരു അന്താരാഷ്ട്ര തലത്തില് അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര യൂണിഫോം ആയിട്ട് ഒരുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശദീകരണമായിരിക്കണം ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വഴി നമ്മൾ നൽകേണ്ടത്. അപ്പൊ ആ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മേഖലയിൽ മാത്രം നിലനിൽക്കാതെ ഇന്റർനാഷണൽ ലെവലിൽ കൂടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആയിരിക്കണം എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ടാമത് നോക്കിയേ, ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ഇതിന് എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി അല്ലെങ്കിൽ സാധുത ഇതിനുണ്ടായിരിക്കണം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു വില അല്ലെ, ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു സാധുത ഇതിനുണ്ടായിരിക്കണം. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തത്, the indicator must be data which can practically be collected in a reasonable amount of time. വളരെ അനുന്യായമായ അല്ലെങ്കിൽ വളരെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെ, ഇതിനു വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ ഒരുപാട് സമയം എടുത്ത് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഇപ്പൊ ഒരു കോവിഡ് വന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാണ്. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് നാളെടുത്ത് കഴിയുമ്പോഴേക്കും ആ ഒരു രോഗത്തിന്റെ തീവ്രതയൊക്കെ വന്ന് മുഴുവനായി വന്ന് അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യണം അല്ലെ? എത്ര പോപ്പുലേഷനിൽ എത്ര പേർക്ക് അത് കണ്ടെത്തി എന്നറിയണമെങ്കിൽ പെട്ടെന്ന് ഒരു ന്യായമായ എമൗണ്ട് ഓഫ് ടൈമിനുള്ളിൽ അല്ലെ, ന്യായമായ സമയത്തിനുള്ളില് ഈ പറയുന്ന ഡേറ്റാസ് എന്ത് ചെയ്യാൻ പറ്റണം? ആ പ്രായോഗികമായിട്ട് ഈ പറയുന്ന വിവരങ്ങള് ശേഖരിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവേണ്ടതെന്ന്. ഒരുപാട് സമയം ഈ പറയുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് എടുക്കാണ്ട് അങ്ങനെയുള്ളൊരു സമയം കുറവ് മാത്രമേ ഈ ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ വരാൻ പാടുള്ളൂ. അതല്ലാത്ത രീതിയിൽ വരുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സമയം എടുത്താണ് അതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോഴേക്കും അവിടെ ഓൾറെഡി ആ ഒരു ഡിസീസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മരണനിരക്കാണെങ്കിലും ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു ഡിസീസിന്റെ കേസ് എടുത്താലും അത് അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിന് മുൻപ് വളരെ കുറഞ്ഞ ന്യായമായ സമയത്തിനുള്ളിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കണം. And the analysis of the data must result in a recommendation on which people can make changes to improve health. ഇനി ഈ പറയുന്ന ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്തു, അത് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശകലനം ചെയ്യുമ്പോൾ മസ്റ്റ് റിസൾട്ട് ഇൻ റെക്കമെൻഡേഷൻ. അത് എന്ത് ഉപദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അത് എന്ത് ഉപദേശത്തിലാണ് നമ്മൾ കലാശിക്കേണ്ടത്? റിസൾട്ട് ഓൺ വിച്ച് ദ പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ഇംപ്രൂവ് ഹെൽത്ത്. അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള അല്ലെ, ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഒരു ശുപാർശയിലായിരിക്കണം ആ റിസൾട്ട് വരേണ്ടത്. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടല്ല വരേണ്ടത്, പോസിറ്റീവായ രീതിയിൽ അവർക്ക് മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു ശുപാർശയായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം അവിടെ വരേണ്ടത്. അപ്പൊ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ,
ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ടു എക്സ്പ്ലെയിൻ ഗ്ലോബൽ ഹെൽത്ത്, അന്താരാഷ്ട്ര ആരോഗ്യത്തെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് നമുക്ക് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ അത് ഉപയോഗിക്കണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും അതിന് 4 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ, ഇന്റർനാഷണലി അല്ലെ, അന്താരാഷ്ട്ര തലത്തിൽ യൂണിഫോമിലി ഒരേപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവേണ്ടത്. അത് അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എന്താണ് പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, ഇന്റർനാഷണലി ആ ഒരു ഗ്ലോബൽ ഹെൽത്തിനെ മുഴുവൻ നമുക്ക് അളക്കാനും അതുവഴി വിശദീകരിക്കാനും സാധിക്കണം. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. രണ്ടാമതായി പറഞ്ഞത് ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി അല്ലെങ്കിൽ സാധുത ഉണ്ടായിരിക്കണം. ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കൃത്യമായ വാലിഡിറ്റി അല്ലെങ്കിൽ മൂല്യം ഉണ്ടായിരിക്കണം. മൂന്നാമതായി പറഞ്ഞത് ഇൻഡിക്കേറ്റേഴ്സ് മസ്റ്റ് ബി ഡൺ data which can practically be collected in a reasonable amount of time. വളരെ ന്യായമായ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടി ആയിരിക്കണം. ഒരുപാട് സമയം അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, സ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരരുത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് അനാലിസിസ് ഓഫ് ഡേറ്റ. ഈ കളക്ട് ചെയ്ത ഡേറ്റാസ് നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് അവിടെ എപ്പോഴും വരേണ്ട റിസൾട്ട് അല്ലെങ്കിൽ റെക്കമെൻഡേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് on which people can make changes to improve health. അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള വഴികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശുപാർശകളായിരിക്കണം ഈ പറയുന്ന അനാലിസിസ് ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്യാരക്ടറിസ്റ്റിക്സ് ക്ലിയർ ആയോ? ഓക്കെ. Then next നോക്കിയേ, the indicators used to measure health status. ഇനി നമ്മുടെ ആരോഗ്യനില അല്ലെ, ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആരോഗ്യനിലയെ കുറിച്ച് എന്താണ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ വരുന്ന ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേരൊന്ന് വായിച്ചു വെച്ചാൽ മതി, അതൊന്നും ചോദിക്കാറില്ല. അതിന് വരുന്ന ഭാഗങ്ങളിലേക്ക് ഡെത്ത് റേറ്റ് മുതലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് പറഞ്ഞു തരാം മിസ്. അപ്പൊ നിങ്ങൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് 4 നോക്കി വെച്ചേക്കാം കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് ആ 4 ക്യാരക്ടറിസ്റ്റിക്സിലും ഏതെങ്കിലും ഒക്കെ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏതെന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് നോക്കി, ദ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ഈസ് ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി. എന്താ? രോഗനിർദ്ദിഷ്ട മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക് അല്ലെ. ഡിസീസ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള രോഗനിർദ്ദിഷ്ട മരണനിരക്ക്. ദെൻ മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? രോഗാവസ്ഥ അല്ലെ. ആൻഡ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വൈകല്യം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നതിന്റെ ഒക്കെ ഒരു പ്രത്യേകം ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട ഒരു സ്പെസിഫിക് ഡിസീസുമായി ബന്ധപ്പെട്ട മരണനിരക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മോർബിഡിറ്റി, ഒരു പ്രത്യേക രോഗം വന്ന് ആ രോഗാവസ്ഥയിലുള്ള ആളുകളുടെ എണ്ണത്തെ കുറിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡിസബിലിറ്റി അല്ലെങ്കിൽ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട രോഗനിർണയങ്ങൾ അല്ലെ, നിർണായകമായിട്ടുള്ള ആരോഗ്യത്തെ കുറിച്ചുള്ള ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മുടെ എന്താണ് ജൈവപരമായിട്ടുള്ള അപകട ഘടകങ്ങൾ അല്ലെ, റിസ്ക് ഫാക്ടേഴ്സ്. ആൻഡ് ഹെൽത്ത് ബിഹേവിയർ, ആരോഗ്യ സ്വഭാവങ്ങള്. ആൻഡ് ഹെൽത്ത് സിസ്റ്റംസ്, അതായത് സർജിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, മെഡിസിൻസിന്റെ യൂസ്, മെഡിക്കേഷൻ യൂസ്, മെഡിസിൻസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങളുടെ ഉപയോഗം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹെൽത്ത്
സ്റ്റാറ്റസ്, ഓരോ പേഷ്യൻസിന്റെയും ആരോഗ്യ നില എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, അളക്കാനായിട്ട് സാധിക്കും. അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഡെത്ത് റേറ്റ്. എന്താണ് ഡെത്ത് റേറ്റ്? മരണനിരക്ക് അല്ലെ. എഴുതി വെച്ചോട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക്. ഇനി എന്താണ് ഒരു ഡെത്ത് റേറ്റിന്റെ മീനിങ് എന്ന് നോക്കി. നിങ്ങൾക്ക് ഈ ഡെത്ത് റേറ്റ് വരുന്നുണ്ട്, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വരുന്നുണ്ട്, പ്രിവാലൻസ് ഓഫ് ഡിസീസ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ കുറച്ച് എന്താണ് ഒരു ഫോർമുലാസും 1-2 ഫോർമുലാസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മിസ് തരുന്നത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. എല്ലാം മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അത് അതുപോലെ തന്നെ ബൈഹാർഡ് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം കേട്ടോ. നോക്കിയപ്പോൾ ഡെത്ത് റേറ്റ് മീനിങ് മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഡെത്ത് റേറ്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്. അപ്പൊ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് ഇതിനെ തന്നെയാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് മോർട്ടാലിറ്റി റേറ്റ്. അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റിന്റെ മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിക്കാം അല്ലെ. ഇപ്പൊ ഡെത്ത് റേറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഓപ്ഷനിൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാവും. മോർട്ടാലിറ്റി റേറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ ഓപ്ഷനിൽ എന്തുണ്ടാവും, ഡെത്ത് റേറ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാലും ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അല്ലെ, മരണനിരക്ക് തന്നെയാണ്. is a scale of the number of death. അതൊന്ന് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. is a scale of the number of death in general or owing to a specific cause in a particular population measured to the size of that population per unit of time. എന്താണ് ഒരു മോർട്ടാലിറ്റി റേറ്റ്? ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടോ? മോർട്ടാലിറ്റി റേറ്റ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഒരു മരണനിരക്കാണ്. ഇത് എവിടത്തെ എപ്പോഴത്തേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലെ. ഒരു മരണനിരക്ക്. അപ്പൊ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പീരീഡ് കണക്കാക്കിയിട്ടാണ്, ഒരു സ്പെസിഫിക് പീരീഡ്. ചിലപ്പോ ഒരു മാസമാവാം അല്ലെങ്കിൽ ഒരു വർഷമാവാം. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് വെച്ചിട്ട് അതിനുള്ളില് എത്ര പേര് മരണപ്പെട്ടു അല്ലെങ്കിൽ അതിനുള്ളിൽ എത്ര പേർക്ക് രോഗങ്ങൾ വന്നു എന്നൊരു കൃത്യമായ കണക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഒരു വിശാലമായിട്ട് ഒരു എലാബറേറ്റ് ചെയ്ത് ഇത്ര നാളെന്നും അങ്ങനെ ഒരുപാട് സമയം എന്ന് പറയില്ല. ഒരു നിർദ്ദിഷ്ട ടൈം പീരീഡിനുള്ളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഡെത്ത് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ എത്ര പേർക്ക് ഇങ്ങനെ രോഗങ്ങൾ വന്നിട്ടുണ്ടാവും, അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായ ടൈം പീരീഡിനുള്ളിലുള്ള കണക്കാണ് നമ്മളിവിടെ എപ്പോഴും റേറ്റ് നോക്കാൻ എടുക്കുന്നത് കേട്ടോ. നോക്കിയേ, അപ്പോ എന്താണ് ഒരു മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഒരു ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? ഇസ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്. എത്ര നമ്പർ ഓഫ് ഡെത്ത് വന്നു ഇൻ ജനറൽ ഓർ ഓയിങ് ടു എ സ്പെസിഫിക് കോസ്. അതെന്താ, പൊതുവായിട്ടുള്ളതാവാം അല്ലെ, പൊതുവായി മരണപ്പെടുന്നതാവാം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം മൂലം മരിക്കുന്നതാവാം അല്ലെ. രണ്ട് രീതിയിൽ നമ്മുടെ മരണം നടക്കാറില്ലേ. നമ്മൾ പൊതുവായിട്ട് ഇപ്പൊ പ്രായമായവർ സ്വാഭാവികമായിട്ടും മരിക്കാം അതുപോലെ തന്നെ ഒരു ഓയിങ് ടു സ്പെസിഫിക് കോസ്, എന്താ ഒരു പ്രത്യേക കാരണം മൂലം അല്ലെ മരിക്കുന്നവരും ഉണ്ടാവും. ഈ പറയുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ജനറൽ ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം മൂലം മരണപ്പെട്ടതാവാം. അങ്ങനെയുള്ള എല്ലാ മരണങ്ങളുടെയും ഡെത്തിന്റെയും നമ്പർ, ആകെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ കണക്കാക്കുന്നു അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി പർട്ടിക്കുലർ പോപ്പുലേഷൻ എവിടെയുള്ളതാ, ഒരു പ്രത്യേക പോപ്പുലേഷനില് മെഷർ ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയം, ഒരു പ്രത്യേക ടൈമില് ആ ഒരു പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കി ആ പോപ്പുലേഷനിൽ എത്രത്തോളം ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് മരണനിരക്കാണ് അല്ലെ. അപ്പൊ അതെന്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ മരണനിരക്ക് നോക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടൈമില് അല്ലെ, ഒരു പ്രത്യേക ടൈമില് ഒരു പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കി, അവരുടെ ആ ഒരു പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ആ പോപ്പുലേഷനില് എത്ര ആളുകള് മരണമടഞ്ഞിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മരണമടഞ്ഞ ആളുകൾ ചിലപ്പോ ജനറൽ ആയിട്ട് അല്ലെ, പൊതുവായി എന്താണ് നോർമൽ ആയിട്ട് മരണപ്പെടുന്നവരുണ്ടാവാം, ഒരു സ്പെസിഫിക് പ്രത്യേക കാരണത്താൽ മരണപ്പെടുന്നവരുണ്ടാവും. ഇവരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ആ ഒരു പോപ്പുലേഷനിൽ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ എത്ര പേര്, എത്ര നമ്പർ ഓഫ് ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ്
അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? അത് ക്ലിയർ ആയോ? എന്നാ മാത്രമേ നിങ്ങൾക്ക് അടുത്തത് പറയുമ്പോൾ ക്ലിയർ ആവുള്ളൂ. ഇതിന് വേണ്ടി മിസ് ചോദിക്കുന്നത്. ക്ലിയർ ആയോ? Okay. Then next okay, the term mortality indicates the total death that happen especially on a large scale such as in a population or geographical area. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു മോർട്ടാലിറ്റി റേറ്റ്, ഈ മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? The total death that happen especially on a large scale, അതായത് ഒരു പോപ്പുലേഷനിലാവാം അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയില് വളരെ ലാർജ് സ്കെയിൽ, ഒരു വലിയ തോതിൽ സംഭവിച്ചിട്ടുള്ള മൊത്തം മരണം, അതാണ് ശരിക്കും മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാമോ? നമ്മുടെ ഈ അടുത്ത് നടന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നടന്ന അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ വന്ന ഒരു മരണങ്ങള് ഏതാണ്? ഓർക്കുന്നുണ്ടോ? ഏതാണ് ഒരു ജോഗ്രഫിക്കൽ ഏരിയ? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് ഒരു ലാസ്റ്റ്, വെരി ഗുഡ്, വയനാട്, നമ്മുടെ വയനാട് ദുരന്തമൊക്കെ ഓർക്കുന്നില്ലേ? അപ്പൊ അതുപോലെയാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാലോചിച്ച് നോക്കി. ഒരു ജോഗ്രഫിക്കൽ ഏരിയ, ഒരു പ്രത്യേക ഏരിയ അല്ലേ ഇത്, അല്ലെ? ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ ആണ്. ആ പോപ്പുലേഷനിൽ ഒരു ലാർജ് സ്കെയിൽ ഒരുപാട് പേര് മരണപ്പെട്ടു, അല്ലെ? അപ്പൊ ആ ഒരു ടോട്ടൽ ഡെത്തിനെയാണ്, അതിനെയാണ് നമ്മുടെ മോർട്ടാലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും ഇതുപോലെ ഒരു പർട്ടിക്കുലർ കേസ് ഇൻസിഡന്റ് വന്നാൽ ഒരുപാട് പേര് മരണപ്പെടാറുണ്ട്. ഒരു കോവിഡ് വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് മരണപ്പെട്ടു, അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ, അതാണ്, അല്ലാതെ ഒന്നോ രണ്ടോ മരണത്തിന്റെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ റേറ്റ് എടുക്കുന്നത് ഈ മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ പറയുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലെ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ വലിയ തോതിൽ നടക്കുന്ന ടോട്ടൽ ഡെത്തുകളുടെ എന്താണ്, എത്രത്തോളം മരണങ്ങൾ, മൊത്തത്തിൽ എത്രത്തോളം മരണങ്ങൾ നടന്നു, അതിനെയാണ് മോർട്ടാലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Then it is normally represented in the form of mortality rate. മോർട്ടാലിറ്റി എന്ന വേർഡിൽ നമ്മൾ എപ്പോഴും എന്താണ്, അത് മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ടാണ്, എന്ന ആ ഒരു ടേം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ്. ഇനി അവരുടെ മോർട്ടാലിറ്റി റേറ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ആൻഡ് ഇൻഡെക്സ് ഓഫ് ദ, ഇനി ആ ഒരു ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് നിങ്ങൾ, ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ പ്രകാരം എന്താണ്, ആൻഡ് ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് each year or a specific time interval in a specified population is called the mortality rate. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആൻഡ് ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ്, ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ സൂചന, അല്ലെ? എന്തിന്റെ സൂചനയാണ് ഒരു മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആൻഡ് ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്, ഒന്നില്ലെങ്കിൽ ഒരു വർഷത്തിൽ, അല്ലെ, ഈച്ച് ഇയർ, ഓരോ വർഷത്തിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില്, എന്താ, ഒരു സ്പെസിഫൈഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പോപ്പുലേഷനില് ഓരോ വർഷത്തിലും നടക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെല്ലുകളില് നടക്കുന്ന നമ്പർ ഓഫ് ഡെത്തുകളുടെ ഒരു സൂചനയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. എന്നാണ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. എന്താണ്? ആൻ ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ ഓർ എ സ്പെസിഫൈഡ് time interval in a specified population. എന്താ, ഒരു പ്രത്യേക പോപ്പുലേഷനില് ഒന്നില്ലെങ്കിൽ ഒരു സ്പെസിഫിക്കലി ഒരു നിർദ്ദിഷ്ട സമയ ഇടവേളകളിൽ അല്ലെങ്കിൽ ഓരോ വർഷങ്ങളിലും എത്ര നമ്പർ ഓഫ് ഡെത്തുകൾ സംഭവിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചനയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്സ്. നമ്മൾ എപ്പോഴും ഇനി നമ്മൾ ആ ഫോർമുലയിലേക്ക് വരുന്നത് കേട്ടോ. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റുകളായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും എക്സ്പ്രസ് ചെയ്യാറ്, വിശദീകരിക്കാറ്. ലൈക്ക് ഡെത്ത് പെർ 1000 പീപ്പിൾ, 1000 ആളുകളില് എത്ര പേര് മരണപ്പെട്ടു, ആ ഒരു കണക്ക് കൃത്യമായിട്ട് 1000ന്റെ നമ്മൾ ആ ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു കണക്കിലാണ് ചെയ്യുന്നത് കേട്ടോ. 1000 ആളുകളിൽ എത്ര പേര് മരണപ്പെട്ടു. ഫോർ എ ഈക്വൽ പീരീഡ്, ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം അല്ലെങ്കിൽ നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് 1000 പേരിൽ എത്ര പേര് മരണപ്പെട്ടു, ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പ്രകാരമാണ് നമ്മളിവിടെ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോർമുലയും കാര്യങ്ങളും പറയുന്നുണ്ട്. വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിലതുള്ളൂ കേട്ടോ. അപ്പൊ 2-3 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. വേഗം ഒന്ന് ആ ഡെത്ത് റേറ്റ് ഒന്ന് വായിച്ചു നോക്കി.
ക്ലിയർ ആണോ? ഡെത്ത് റേറ്റ് എടുത്ത ഭാഗം അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ഡെത്ത് റേറ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.